2026 സൗത്ത് ഈസ്റ്റ് കോർണറിൽ വന്നു നിൽക്കുന്ന സ്റ്റാർ എന്ന് പറയുന്നത് നാനാണ്. 9 ഒരു പ്രോസ്പെരിറ്റി സ്റ്റാർ ആണ്. അവിടെ വെള്ളം ചലിപ്പിക്കുകയാണെങ്കിൽ സമ്പത്തുണ്ടാവും. 2025 സംബന്ധിച്ചിടത്തോളം നമ്മൾ പല പ്രശ്നങ്ങളെ ഫേസ് ചെയ്തിട്ടുണ്ടാവും. ചിലർക്ക് അതിൽ നേട്ടമുള്ളവരുണ്ടായിരിക്കും, കോട്ടമുള്ളവരുണ്ടായിരിക്കും. എന്നാൽ 2026 നമുക്ക് സാമ്പത്തികമായി പുരോഗതി ഉണ്ടാവാനായിട്ട് ഏത് ദിക്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് പറയാം. ഇത് പലർക്കും പല ടൂളുകൾ പല രീതിയിലായിരിക്കും അതിൻ്റെ ലഭ്യത. അതുകൊണ്ട് ഞാൻ ഒരു 5ഓളം കാര്യങ്ങൾ പറയാം. അതിൽ നിങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള ഒരു 2 കാര്യമെങ്കിലും ചെയ്യുക. ഒന്ന്, നിങ്ങളുടെ വീടിൻ്റെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ ഔട്ട്സൈഡിൽ ഒരു ചെറിയ ഫൗണ്ടൻ വെക്കുക. അതിനകത്ത് 1 ലിറ്റർ വെള്ളം ഒഴിക്കുക. ഇത് നമുക്ക് കറണ്ടിൽ കൊടുക്കുകയാണെങ്കിൽ, അതിന് ഓൺ ചെയ്യുകയാണെങ്കിൽ ആ വെള്ളം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം അതൊരു ചലിക്കുന്ന ജലമാണ്. അപ്പോൾ 2026 സൗത്ത് ഈസ്റ്റ് കോർണറിൽ വന്നു നിൽക്കുന്ന സ്റ്റാർ എന്ന് പറയുന്നത് നാനാണ്. 9 ഒരു പ്രോസ്പെരിറ്റി സ്റ്റാർ ആണ്. അവിടെ വെള്ളം ചലിപ്പിക്കുകയാണെങ്കിൽ സമ്പത്തുണ്ടാവും. ഇത് ഒരു റെമഡി. അടുത്തത്, നിങ്ങളുടെ വീടിൻ്റെ പുറത്ത് സൗത്ത് ഈസ്റ്റ് കോർണറിൽ ഒരു ലക്കി ബാമ്പുവിൻ്റെ പ്ലാന്റ് വയ്ക്കുക. നല്ല ഗ്രോത്ത് ഉള്ള ഒരു പ്ലാന്റ് സൗത്ത് ഈസ്റ്റ് കോർണറിൽ വയ്ക്കുക. അപ്പോൾ 2 റെമഡികളായി. മൂന്നാമത്തത്, നിങ്ങളുടെ വീടിൻ്റെ സ്വീകരണ മുറിയുടെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ ഒരു വെൽത്ത് ബൗൾ വയ്ക്കുക. ഒരു ക്രിസ്റ്റലിൻ്റെ ബൗൾ എടുക്കുക. അതിനകത്ത് ചൈനീസ് കോയിൻ, സിട്രിൻ, ഇൻഗോട്ട് ഇതെല്ലാം കൂടെ അതിനകത്ത് വെച്ചിട്ട് ഒരു വെൽത്ത് വേസ് ആയിട്ട് കാണുമ്പോൾ ഒരു നിധി ഇരിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ സ്വീകരണ മുറിയുടെ സൗത്ത് ഈസ്റ്റിലോ നിങ്ങളുടെ മൊത്തം വീടിൻ്റെ സൗത്ത് ഈസ്റ്റ് കോർണറിലോ നിങ്ങൾക്കിത് വെക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള ഒരു ഡ്രാഗൺ ബോട്ട് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ സൗത്ത് ഈസ്റ്റ് കോർണറിലോ മൊത്തം വീടിൻ്റെ സൗത്ത് ഈസ്റ്റ് കോർണറിലോ ഇത് വെക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാക്കും. ഇത് വെൽത്ത് ഷംബാല എന്ന് പറഞ്ഞിട്ടൊരു ഗോഡാണ്. ഇത് സ്റ്റാർ 9 വരുന്നിടത്ത് നമുക്ക് പ്രോസ്പെരിറ്റിക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു വെൽത്ത് ഷംബാല വെക്കുക. ഇതിൽ ഏതെങ്കിലും ഒരു 2 ടൂളുകൾ വെച്ച് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. 2026 നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒത്തിരി ഉയർച്ചകളുള്ള ഒരു വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.